ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചത്തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഒരു മീൻകറിയാണ്. ചാള വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ്. ഇതിനകത്ത് കുടംപുളിയൊക്കെ ചേർത്തിട്ടാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ കറി. ഫ്രണ്ട്സ്, എൻ്റെ പേര് രജിഷ മുരളി. എല്ലാവർക്കും സിമിസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 ചാളയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചാളയാണ്. ഇതൊരു ഏകദേശം ഒരു 1/4 കിലോയോളം വരും കേട്ടോ. അപ്പോൾ ഇതൊന്നും ചെറുതായിട്ട് മുറിക്കണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. ഞാനിതിനെ 3 ആയിട്ടാണ് മുറിക്കുന്നത്. ഇത് കണക്കാണ് മുറിച്ചെടുത്തേക്കണത്. അതിനൊന്ന് കഴുകിയെടുക്കാം. ഒരു പ്രാവശ്യം കഴുകിയാൽ മതിയാവും കേട്ടോ. മീൻ വെട്ടിയ ശേഷം നന്നായിട്ട് കഴുകിയെടുത്താണ്. ഇനി ഇതിനൊരു അരപ്പുണ്ടാക്കണം. അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചാൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു വരുവേ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇത് അരഞ്ഞു വരുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് 1/4 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി എടുക്കുക കേട്ടോ. ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഞാനൊരു ചട്ടി കഴുകിയിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതൊന്ന് എല്ലായിടത്തും ഒന്ന് പറ്റിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക് നെടുകെ കീറിയത്, കുറച്ച് കറിവേപ്പില. ഇതൊന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഈ ബൗളൊന്ന് കഴുകി ഒഴിക്കാം. വെള്ളം ഒഴിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇപ്പോൾ എത്ര ഗ്രേവി വേണം, തിക്കായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ഒഴിക്കാം. അധികം തിക്കാകണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് മീൻകറിക്ക് എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടാണ് ഒഴിക്കേണ്ടത്. ഇനി ഇതിലേക്ക് പുളിയാണ് ചേർക്കുന്നത്. ഞാൻ കുടംപുളിയാട്ടോ ചേർക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കണേ. ഞാൻ പുളിയും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അടയ്ക്കണ്ട കേട്ടോ. അടച്ചു വെക്കാതെ തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർക്കാം. ഈ മീനിന് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ ചേർക്കണേന്. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കുക. ഇത് ലോയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. മീൻ വേകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. തുറന്ന് നോക്കാം. മീൻ ഇട്ടതിന് ശേഷം ഇത് ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി വെച്ചാൽ മാത്രം മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനൊക്കെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. ഇനി നമുക്ക് സ്റ്റവ് കൂടെ ഓഫ് ചെയ്യാം. അത് മതി. ഇത് നമ്മൾ ചട്ടിയിലെല്ലാം ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ചട്ടിയുടെ ചൂട് കൊണ്ട് ബാക്കിയും കൂടെ ഇത് നന്നായിട്ട് വെന്തോളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കടുക് വറുത്തിടണം. ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 1 ഉള്ളി വട്ടത്തിലരിഞ്ഞത്. ഉള്ളി ഒന്ന് മൂത്ത് വരണം. കുറച്ച് കറിവേപ്പില. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ കറി മഞ്ഞ കളറിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇതുപോലെ മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. അത് മുളക് പൊടി ഇടുമ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം വേണ്ടിട്ട് ഇടാനായിട്ട്, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇത് മീനിലേക്ക് ഒഴിക്കാം.
കടുക് വറുത്തത് ഒഴിച്ചതിന് ശേഷം ഇത് 5 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ചാള തേങ്ങ അരച്ച കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ടൈപ്പ് കറി കേട്ടോ. ഇപ്പോൾ ഈ കറിക്ക് ചൂടുണ്ട്, നമ്മൾ ചട്ടിയിലല്ലേ ഉണ്ടാക്കിയേക്കുന്നത്, അപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും തിക്കായിട്ടുള്ളൂ. ഇതിന് ആറിക്കഴിയുമ്പോൾ ഒന്നും കൂടെ ഇത് കുറുകി വരും കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് എടുക്കുമ്പോഴായിരിക്കും കേട്ടോ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.